ഇരിട്ടി നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ മികവുറ്റ നിലയിൽ പൂർത്തീകരിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള സംഘാടക സമിതി യോഗം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ വി വിനോദ് കുമാർ സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു. നേരത്തെ 10 വർഷം കൊണ്ട് തന്നെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ കേരളം വേറിട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വൈസ് ചെയർപേഴ്സൺ കെ സോയ അധ്യക്ഷത വഹിച്ചു. ക്ലീൻ സിറ്റി മാനേജർ രാജീവൻ KV പ്രവർത്തന രൂപരേഖ അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ആർ കെ ഷൈജു, അബ്ദുൾ റഷീദ് VP, ധനിഷ P, കെ രാജൻ, കൗൺസിലർമാരായ നസീർ PA, CV സുധാകരൻ, നഗരസഭാ സെക്രട്ടറി കെ അൻഷിദ്, താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ കെ രാജേഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PR അശോകൻ, N രാജൻ, MP അബ്ദുറഹ്മാൻ, NV രവീന്ദ്രൻ, ഷക്കീബ് കേളോത്ത്, രവീന്ദ്രൻ മുണ്ടയാടൻ, CDS ചെയർപേഴ്സൺ സ്മിത K, ഇരിട്ടി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സുജേഷ് ബാബു, KV ജോസഫ് വർഗീസ്, സുരേന്ദ്രൻ, രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മെയ് 1 നഗരസഭയിലെ മുഴുവൻ വീടും പരിസരങ്ങളും, 2 പൊതുമേഖലാ സ്വകാര്യ സ്ഥാപനങ്ങളും, മെയ് 6 വാർഡ് കേന്ദ്രങ്ങളിലെ ശുചീകരണവും, മെയ് 8 നടക്കുന്ന മെഗാ ശുചീകരണത്തിന്റെ ഭാഗമായി കളറോഡ് മുതൽ ഇരിട്ടി പാലം വരെയും പേരാവൂർ റോഡിൽ ഉവ്വാപ്പള്ളിയുടെ ഭാഗവും ശുചീകരിക്കുന്നതിന് യോഗത്തിൽ തീരുമാനിച്ചു. നല്ല ഒരു ചർച്ചയോടുകൂടി ഈ വരുന്ന മഴക്കാല പൂർവ്വ ശുചീകരണം മെയ് പകുതിയോടെ മഴ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. അതിനുമുന്നേ ഇരിട്ടി നഗരസഭയുടെ 34 വാർഡുകളിലും ഘട്ടഘട്ടമായി മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. പയഞ്ചേരി മുക്ക് മുതൽ ഇരിട്ടി പാലം വരെ 10 കേന്ദ്രങ്ങളായി തിരിച്ച് ശുചീകരണ പ്രവൃത്തി നടത്തും. പൊതുജനങ്ങളും വിവിധ സന്നദ്ധ സംഘടനകൾ, ഹരിതസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പങ്കാളികളാവും. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.